ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ട്യൂലിപ്സ് പൂക്കൾ ഉണ്ടാക്കിയാലോ. സാധാരണ എല്ലാവരും പിസ്താഷ്യയിൽ ഞാൻ ട്യൂലിപ്സ് പൂക്കൾ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന പിസ്താഷ്യയിലൊന്നുമല്ല. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കപ്പലണ്ടി നിലക്കടല എന്നൊക്കെ പറയുന്നതിൻ്റെ തോടാണ്. കണ്ടിട്ടില്ലാത്തവരും ഉണ്ടായിരിക്കാം. അപ്പോൾ അതെടുത്തിട്ട് ഇത് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. ഒരു 4 ഇതൾ വരുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഡ്രൈ ആകാൻ വയ്ക്കണം. ഞാൻ ഇവിടെ ഫെവിക്കോൾ പശയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും പശ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ വേഗത്തിൽ ഒട്ടിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പിങ്ക് കളർ പെയിൻ്റ് അടിക്കുന്നുണ്ട്. എനിക്ക് പിങ്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ റെഡ് കളർ പെയിൻ്റ് അടിച്ച് നല്ലപോലെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. എടുത്തതിന് ശേഷം ഗ്രീൻ കളർ അടിച്ചു കൊടുക്കണം സ്റ്റെമ്മിന് വേണ്ടിയിട്ട്. ഇതെല്ലാം അടിച്ച് നല്ലപോലെ ഉണങ്ങാനായിട്ട് വയ്ക്കുക. ഉണങ്ങാനായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ടിപ്പ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത ശേഷം പശ വെച്ചിട്ട് നേരത്തെ പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിരുന്ന ഫ്ലവേഴ്സ് എടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതും നല്ലപോലെ ഉണങ്ങാനായിട്ട് വയ്ക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ലീവ്സ് കട്ട് ചെയ്ത് ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് ഇതെല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കണം. കാരണം ഇത് ഫെവിക്കോൾ പശയുണ്ട്, കുറച്ച് ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇതിലേക്ക് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യണം കേട്ടോ.